കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ ദൈവം നൽകിയ അവസരം അതൊരു വലിയ ഭാഗ്യകരമായ അനുഭവമാണ് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തോടുള്ള ബന്ധത്തിൽ 2 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിക്കാനായിട്ടിടയായി തീർന്നു. ആദ്യത്തെ ക്ലാസ്സിൽ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളും ആ ലേഖനത്തെക്കുറിച്ചുള്ളൊരു മുഖവുരയും നമ്മൾ കാണാനായിട്ടിടയായി തീർന്നു. ഗലാത്യ ലേഖനം എഴുതപ്പെട്ടതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഗലാത്യ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ കണ്ടു. 2-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വേറൊരു സുവിശേഷത്തെക്കുറിച്ചാണ്. നമ്മൾ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ആരാധനയിലൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേറൊരു സുവിശേഷം. ഏതാണ് ഈ വേറൊരു സുവിശേഷം? അവിടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ വേറൊരു സുവിശേഷത്തെക്കുറിച്ച്, സത്യസുവിശേഷത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ എന്താണ് സംഭവിക്കുക? അത് ശാപഗ്രസ്തമാണ്, അത് പഠിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം അവിടെ കണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗലാത്യയിൽ അല്ലെങ്കിൽ ഗലാത്യ എന്ന ഭൂപ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ദുരുപദേശത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഏതാണ് ആ ദുരുപദേശം? യഹൂദ മതാനുസാരികൾ, അഥവാ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ആകണമെങ്കിൽ യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ മാത്രം പോരാ, യഹൂദ മര്യാദ അനുസരിച്ച് പരിച്ഛേദന ഏൽക്കണം എന്നൊരു പഠിപ്പിക്കൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഗലാത്യ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് വളരെ ശക്തമായിട്ട് പരന്നു. അതിനെതിരെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഗലാത്യ ലേഖനം എഴുതിയത്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ഞാനത് ഒന്ന് മുഖവുരയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു തെറ്റായ സുവിശേഷം അല്ലെങ്കിൽ വേറൊരു സുവിശേഷം, അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയാനായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് സുവിശേഷത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചാണ്. ഇന്നലത്തെ ആരാധനയിൽ ഞാൻ പ്രസംഗിച്ചൊരു വിഷയം കൂടെയാണ് സുവിശേഷത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച്. എന്നാൽ ഗലാത്യ ലേഖനത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സത്യസുവിശേഷത്തെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ സത്യസുവിശേഷത്തിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കാനായിട്ടാണ് ഇനിയുള്ള ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വേറൊരു രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞോട്ടെ, ഇവിടെ വെച്ച് ഈ 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൻ്റെ 3 പ്രധാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഗലാത്യ ലേഖനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വിഭജനങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ ലേഖനം എഴുതിയത് എന്തിനാണ്? ഹലോ, ഹായ്, ഏതൊക്കെ പറഞ്ഞു, സല്യൂട്ടേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ പറഞ്ഞു? വേറൊരു സുവിശേഷം. ഇത് എഴുതാനിടയായ സാഹചര്യം ഇല്ലേ? നമ്മളവിടെ വായിച്ചൊരു കാര്യമുണ്ട്. എന്താ വായിച്ചത്? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ പറയുന്നുണ്ട്. എന്താണ്? ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു. ഈ പ്രശ്നം, വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം എഴുതിയത്. ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനി ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ലേഖനത്തെ പ്രധാനമായും 3 ഹെഡിങ്ങിലേക്കാണ് നമുക്ക് തിരിക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ ഹെഡിങ് 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ
2-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ഹിസ്റ്ററി അവതരിപ്പിക്കുകയാണ്, ചരിത്രം അവതരിപ്പിക്കുകയാണ്. എന്താണ് ചരിത്രം അവതരിപ്പിക്കുന്നത്? അവിടെ ഇന്ന് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് പഠിക്കാൻ പോകുന്നത്. പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തൻ്റെ ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെയാണ് 1-2 അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 3-4 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തിന്റെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുകയാണ്. തിയോളജി. നമുക്ക് ആക്ച്വലി തിയോളജി എന്നുള്ള വാക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് അല്ലേ? ദൈവശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്തോ റോക്കറ്റ് സയൻസ് ആണെന്ന്. അങ്ങനല്ല. നമ്മളെല്ലാവരും തിയോളജിയന്മാരാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരും തിയോളജിയന്മാരാണ്. കാരണം നമ്മുടെ വിശ്വാസം എന്താണോ അതാണ് നമ്മുടെ തിയോളജി. നമ്മുടെ തിയോളജി ചിലപ്പോൾ തെറ്റിപ്പോകാം, പക്ഷേ ശരിയാകാനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. തെറ്റായ നമ്മുടെ തിയോളജിയെ മാറ്റി ശരിയായ തിയോളജിയിലേക്ക് വരാനാണ് എന്ത് ചെയ്യുന്നത്? വചനം പഠിക്കുന്നത്. അപ്പോൾ ഈ തിയോളജിയാണ്, ഈ രക്ഷയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രമാണ് 3-4 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5-6 അധ്യായങ്ങൾ അവിടെ എത്തിക്സ് ആണ്. എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചിലപ്പോൾ പറയല്ലോ അത് ചെയ്ത് ശരിയായില്ല. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അത് നിയമപരമായിട്ട് കുഴപ്പമില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? നിയമപരമായിട്ട് കറക്റ്റാ, പക്ഷെ എന്നാലും ഒരു കണ്ണി ചോരയില്ലാതെയൊക്കെ നമ്മൾ ഇടപെട്ടാൽ അവിടെ എത്തിക്സ് ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. പുള്ളിക്കൊരു എത്തിക്സ് ഇല്ല, അല്ലെങ്കിൽ പുള്ളിക്കൊരു പ്രമാണമില്ല. അപ്പോൾ ഒരു പ്രമാണത്തെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 3 ഹെഡിങ്ങുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ വേദഭാഗമാണ്. നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തോലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ്. അതോറിറ്റി ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആധികാരികത. ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഏതാണ്, അതിനെന്താണ് ഇത്ര അധികാരം, അല്ലെങ്കിൽ അതിൻ്റെ തനിമ, അതിൻ്റെ ദൈവീകത, ഇതാണ് അപ്പോസ്തലൻ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സുവിശേഷത്തിൻ്റെ ആധികാരികത 3 തെളിവുകളാണ്
തൻ്റെ ജീവിതം അപ്പോസ്തോലൻ പറയുന്നതിലൂടെ, തൻ്റെ ജീവിതം, ഞാൻ പറഞ്ഞു ഇതൊക്കെ ചരിത്രമാണല്ലേ, ഹിസ്റ്ററിയാണ്. 1:11 മുതൽ 2-ാം അധ്യായത്തിന്റെ അവസാനം വരെ പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ ജീവിതത്തിന്റെ ഒരു ചരിത്രം പറയുകയാണ്. ആ ചരിത്രം പറയുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന എന്താണ്? തൻ്റെ ജീവിതം എടുത്തു വെച്ചേച്ച് പറയുകയാണ്, ഈ സുവിശേഷം ദൈവികമാണ്, ആധികാരികമാണ് എന്ന് പറയാം. നമുക്ക് നോക്കാം 3 തെളിവുകൾ. അതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ഈ 3 കാര്യം പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നിർത്തും. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഈ സുവിശേഷം അത് നേരിട്ട് വെളിപ്പെടുത്തപ്പെട്ടതാണ്. 1-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒന്നാമത്തെ തെളിവ് എന്താണ്? ഈ സുവിശേഷമുണ്ടല്ലോ, താൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം അത് മാനുഷമല്ല, ഒരു മനുഷ്യന്റെ ഫിലോസഫി അല്ല, അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരാശയമല്ല താൻ പ്രസംഗിക്കുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെന്താണ്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ദൈവികമായിരിക്കുന്ന ഒരു വെളിപ്പാട്, അതാണ് ഈ സുവിശേഷം എന്നുള്ളത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മാനുഷികമായിരിക്കുന്ന ഒരു കൈകടത്തിൽ ഇല്ലാത്തതാണ് സുവിശേഷം. മനുഷ്യന്റെ കൈകടത്തിൽ ഇല്ലാത്ത ഒന്നാണ് സത്യസുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ മാനുഷമല്ല, മാൻസ് ഗോസ്പൽ, ആന്ത്രോപോൺ എന്ന് പറഞ്ഞൊരു വാക്ക് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ആന്ത്രോപോൺ. ഈ ആന്ത്രോപോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മനുഷ്യന്റെ യുക്തിയല്ല, മനുഷ്യന്റെ പാരമ്പര്യമല്ല, മനുഷ്യന്റെ അധികാരത്താൽ ഉണ്ടായതല്ല, മനുഷ്യന്റെ ആധികാരികതയുമല്ല. നോട്ട് ആന്ത്രോപോൺ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനുഷികമല്ല, മനുഷ്യനുണ്ടാക്കിയതല്ല. പിന്നെ എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ആ വെളിപ്പാട് എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അപ്പോകാലിപ്സിസ് എന്നാണ്. വാക്കിന്റെ ഗ്ലാമർ ഒന്നും നോക്കണ്ട, പക്ഷേ അപ്പോകാലിപ്സിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മറ നീക്കുക എന്നാണ്. ഈ കർട്ടൻ ഇട്ടേച്ച് നമ്മൾ കർട്ടൻ മാറ്റില്ലേ, കർട്ടൻ മാറ്റി കഴിയുമ്പോൾ പുറത്തു നിന്ന് വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്നത് പോലെ നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയാണ്, മറ നീക്കി പുറത്തു വരുന്നത് പോലെ. നമ്മളൊരു രഹസ്യം മറച്ചു വെച്ചിരുന്നൊരു കാര്യം പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയും അല്ലേ, ഡിസ്ക്ലോഷർ, ആ വാക്കാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയാവോ? ഈ സുവിശേഷം എനിക്ക് മറഞ്ഞിരുന്നതായിരുന്നു, എന്നാൽ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നതാണ്. അവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഇതെനിക്ക് മനുഷ്യരാരെങ്കിലും പഠിപ്പിച്ചു തന്നതല്ല, ഇത് പാരമ്പര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തതല്ല, മനുഷ്യന്റെ യുക്തിയിൽ ചിന്തിച്ചെടുത്തതല്ല. പിന്നെ എന്താണ്? ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് വെളിപ്പെടുത്തി, മറ നീക്കി വെളിപ്പെടുത്തി തന്നതാണെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലൊരു വാക്യമുണ്ട്, നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം: നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലന് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത്. പിന്നെ ആർക്കൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്? നമുക്കോ. കൊരിന്തിലെ സഭയോട് പറയുകയാണ്,
പൗലോസ് അപ്പോസ്തലന് മാത്രം എന്തോ പുതിയ വെളിപ്പാട് കിട്ടിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ സത്യസുവിശേഷം ഏതൊരു വ്യക്തിയും ഗ്രഹിക്കുന്നത്, തിരിച്ചറിയുന്നത് ദൈവീകമായ വെളിപ്പാടിനാലാണ്. അതുകൊണ്ടാ പറയുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ കുഞ്ഞുനാൾ മുതലേ, ഇതിനകത്തിരിക്കുന്ന എല്ലാവരും തന്നെ കുഞ്ഞുനാൾ മുതലേ ക്രിസ്തീയ പാരമ്പര്യത്തിലൊക്കെ ജനിച്ചു വളർന്നവരാണ് അല്ലേ? ഇപ്പൊ ഇതിനകത്തുള്ളവരാ എല്ലാവരും. പക്ഷേ ഒരു സമയം വരെ നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഹല്ലേലൂയൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഗ്ലോറി എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടെന്നല്ലാതെ ഈ സുവിശേഷം നമുക്ക് വെളിപ്പെട്ടിരുന്നില്ല. പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടത് വളരെ ഡ്രമാറ്റിക് ആണ്, നമ്മൾ അതിനെക്കുറിച്ച് ഇനി കാണും. എന്നാൽ നമുക്കും എങ്ങനെ തന്നെയാണ് ഈ ഒരു മറ നീക്കി പുറത്തു വരുന്നത് പോലെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെട്ടതെന്നുള്ള സത്യമാണ്. പക്ഷേ കുഞ്ഞുനാൾ മുതലേ പള്ളിയിൽ പോയിട്ടും ഈ ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിട്ടും പാട്ടൊക്കെ പാടാറുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷം. അതുകൊണ്ട് ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഈ സുവിശേഷം ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്, ഇത് മാനുഷമല്ല. പൗലോസ് പറഞ്ഞു ഇത് മാനുഷമല്ല. ഇനി അതിന് തെളിവ് പൗലോസ് പറയുന്നുണ്ട്. നോക്കിയേ, 18 മുതലുള്ള വാക്യങ്ങളാണ്. 18ാമത്തെ വാക്യത്തിൽ ഈ പൗലോസ് തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ട് പത്രോസുമായി, കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി. പൗലോസ് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. 3 കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പത്രോസ് എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് വന്ന് പറഞ്ഞു തന്നിട്ടല്ല ഞാൻ എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. എനിക്ക് ഈ സുവിശേഷം എന്താണെന്ന് മനസ്സിലായതും ബോധ്യപ്പെട്ടതും പത്രോസ് പറഞ്ഞു തന്നതല്ല, കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന്. പൗലോസ് ഈ സുവിശേഷം വിശ്വസിച്ചു, സുവിശേഷം പല ആളുകളോടും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, അതെ ഇതേപോലെ പ്രസംഗിക്കുന്ന ഒരു പുള്ളി അവിടെ യെരുശലേമിലുണ്ട്. ആരാ അത്? പത്രോസ് എന്നാ പേര്. എന്നാ പിന്നെ ഒന്ന് പോയി പരിചയപ്പെട്ടേക്കാമെന്ന് കരുതി പൗലോസ് എന്ത് ചെയ്തു? കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് എന്ത് ചെയ്യുകയാണ്? പത്രോസിനെ കാണാനായിട്ട് പോവുക. എന്ന് പറഞ്ഞാൽ ഇത് പത്രോസ് പഠിപ്പിച്ചു കൊടുത്തതല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. പത്രോസ് ഒരു സ്റ്റഡി ക്ലാസ് വെച്ചേച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ പോരെ, എനിക്കൊരു പുതിയ വെളിപ്പാട് കിട്ടി, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ആരെ പഠിപ്പിച്ചതല്ല, പൗലോസിനെ പഠിപ്പിച്ചതല്ല. അത് മാത്രമല്ല, യെരുശലേമിലേക്ക് പോയി. എത്ര ദിവസം അവിടെ പത്രോസിന്റെ കൂടെ പാർത്തു എന്നാ പറയുന്നേ? 15 ദിവസം. 15 ദിവസം കൊണ്ടാണോ ഇത് മുഴുവൻ പഠിപ്പിച്ചെടുത്തേ? 15 ദിവസം അവനോടുകൂടെ പാർത്തു. അപ്പൊ ഈ പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ അങ്ങനെ ഒത്തിരി നാള് പത്രോസിന്റെ കൂടെ 3.5 വർഷം പത്രോസിന്റെ കാഴ്ചവട്ടിലിരുന്ന് സെന്റ് പീറ്റേഴ്സ് ബൈബിൾ കോളേജിൽ പഠിച്ചതല്ലെന്നായി പറയുന്നത്. ഞാൻ സെന്റ് പീറ്റേഴ്സ് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് കിട്ടിയതല്ല ഈ സുവിശേഷം. പിന്നെ 19ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തോലന്മാരിൽ വേറെ ഒരുത്തനെയും കണ്ടില്ല. ഇനി പത്രോസ് അല്ല, യാക്കോബാണോ, അല്ല യോഹന്നാനോ, അല്ലെങ്കിൽ അന്ത്രയോസോ, അല്ലെങ്കിൽ ഫിലിപ്പോസോ, അവരാരെങ്കിലും പറഞ്ഞു തന്നതാണോ? അപ്പൊ പറയുക, അയ്യോ ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല, ഞാൻ ആകെ ആരെയെ കണ്ടുള്ളൂ? പത്രോസിനെ കണ്ടു, പിന്നെ കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്, ഈ 2 പേരെയെ കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതും എത്ര വർഷം കഴിഞ്ഞിട്ട്? 3 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ താൻ വിശ്വസിക്കുന്ന ഈ സുവിശേഷം പത്രോസ് പറഞ്ഞു തന്നതല്ല, യാക്കോബ് പറഞ്ഞു തന്നതല്ല, പിന്നെ ദൈവികമാണ്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ചതാണ്. എന്നിട്ട് ഒരു തെളിവും കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ, 22ാമത്തെ വാക്യത്തിൽ പറയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ യഹൂദ്യയിലെ പള്ളികളിലൊക്കെ ഒന്ന് പോയി നോക്ക്, അവരോട് ചോദിക്കും പൗലോസിനെ അറിയുമെന്ന്. അവർ പറയും, ആരാ പൗലോസ്? ഞങ്ങൾക്കറിഞ്ഞുകൂടാ. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു.
യെരുശലേമിലുള്ള ക്രിസ്ത്യാനികൾക്ക് എന്നെ അറിയാൻ മേല. കാരണം ഞാൻ അങ്ങനെ യെരുശലേമിൽ പോയി താമസിച്ചിട്ടില്ല. അവിടെയുള്ള ക്രിസ്ത്യാനികളോട് പോയി എന്താണ് സുവിശേഷമെന്ന് ചോദിച്ചിട്ടില്ല. അവരെന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ സുവിശേഷം മാനുഷമല്ല, ഇത് എനിക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപ്പാടിനാലാണ്. പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം മനുഷ്യന്റെ യുക്തിയല്ല, മനുഷ്യന്റെ പാരമ്പര്യമല്ല, മാനുഷമല്ല. അതാണ് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. മാനുഷമല്ല എന്ന് വരികിൽ എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിലേ നമ്മുടെ സുവിശേഷം, നാം വിശ്വസിക്കുന്ന സുവിശേഷം, അത് ദൈവദത്തമാണ്. അത് മനുഷ്യന്റെ സൃഷ്ടിയല്ലെന്നുള്ളത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? നമ്മൾ വിശ്വസിക്കുന്നത് മനുഷ്യന്മാർ പഠിപ്പിച്ചൊരു കാര്യമല്ല എന്നത് നമ്മുടെ ഉള്ളിലൊരു ധൈര്യം തരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും മനുഷ്യന്മാർ പഠിപ്പിച്ചായിരുന്നെങ്കിൽ പിന്നെയും വിശ്വസിക്കാൻ കൊള്ളായിരുന്നത്. ആണോ? അല്ല. മനുഷ്യന്മാരുടെ സിലബസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യന്മാർ പഠിപ്പിച്ചതെല്ലാം മാറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മാറ്റി പഠിപ്പിക്കാൻ ആവശ്യമില്ലാത്ത ഒന്നാണ് ഈ ദൈവവചനം. ഈ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷം. അത് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇമോജീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ എന്ത് മെസ്സേജ് അയച്ചാലും ഇമോജി ആഡ് ചെയ്യും അല്ലേ? ഒരു ചിരിക്കുന്നൊരു ഇമോജി വാട്സാപ്പിൽ. എനിക്ക് ഇത് നിങ്ങൾ അയച്ച മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു ചിരിക്കുന്ന ഇമോജി തിരിച്ചയക്കും അല്ലേ? ഈ സുവിശേഷത്തിന്റെ കൂടെ ഇമോജി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒന്നും വെട്ടിമാറ്റാനില്ല, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗവൺമെന്റ് ഒരു ലെറ്റർ അയച്ചു തന്നാലേ ആ ലെറ്റർ അതിൻ്റെ പുറത്ത് സീല് വെച്ച് എഴുതിയിട്ടുണ്ട്. സീല് എവിടെ വെച്ച് മാത്രമേ പൊട്ടിക്കാവുള്ളൂ? ഇത് അഡ്രസ്സ് എഴുതിയ ആൾ മാത്രമേ പൊട്ടിക്കാവൂ. ഇത് ആർക്കാണോ അഡ്രസ്സ് എഴുതി അയാൾ മാത്രമേ പൊട്ടിക്കാവുള്ളൂ. ഇപ്പം നമ്മളിത് നമ്മൾ പൊട്ടിച്ചേച്ച് ഇത് അയാൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്ത് നമ്മൾ 2 കുത്തും കോമായും ഒക്കെ ഇട്ട് 1-2 വരിയൊക്കെ കൂട്ടിച്ചേർത്ത് പുള്ളിക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാനായിട്ട് അങ്ങ് മനസ്സിലാക്കി തന്നേക്കാമെന്ന് കരുതി എഡിറ്റ് ചെയ്യാവോ? മോഡിഫൈ ചെയ്യാമോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഈ കർത്താവിന്റെ മേശയെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നത് എന്നാ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. കർത്താവിന്റെ മേശയെക്കുറിച്ച് ആരാ പൗലോസിനെ പഠിപ്പിച്ചത്? ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. എങ്ങനെയാണ് കർത്തൃമേശ നടത്തേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ ശ്രദ്ധയോടെ ചെയ്യണം, ഇതാണ് അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ. പൗലോസിനെ ആരാ പഠിപ്പിച്ചത്? പൗലോസ് പറയുകയാണ്, എന്നെ ഇത് പഠിപ്പിച്ച് പത്രോസ് അല്ല, എന്നെ ഇത് പഠിപ്പിച്ചത് അന്ത്രയോസ് അല്ല, എന്നെ പഠിപ്പിച്ചത് യാക്കോബല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. ആ വാക്കിന് വെയിറ്റേജ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നാം വിശ്വസിക്കുന്ന ഈ സുവിശേഷം ദൈവദത്തമാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ള ഈ സുവിശേഷം ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ സീലുള്ളതുപോലെ സ്വർഗത്തിന്റെ ഒരു സീൽ ഈ വചനത്തിന്റെ മേലുണ്ട്. ഒരു സീൽ ഓഫ് ഹെവൻ ഈ വചനത്തിന്റെ മേലുണ്ട്. ആസ് പ്രീച്ചേഴ്സ്, ആസ് ബിലീവേഴ്സ്, വി ആർ നോട്ട് എഡിറ്റേഴ്സ്, വി ആർ ജസ്റ്റ് മെയിൽ ക്യാരിയേഴ്സ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമുക്കൊരാൾ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടു തരിക. അപ്പോൾ പുള്ളി വഴിയരികിൽ വെയിലത്തുനിന്ന് മാറി തണലത്തിരുന്ന സമയത്ത് ഇതൊന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ച് വായിച്ചേച്ച് ഇയാൾക്ക് തോന്നുന്നു ഇത് ഇങ്ങനൊന്നും അല്ല എഴുതേണ്ടത്. പുള്ളി 2 വരിയൊക്കെ ചേർത്ത് എഴുതി നമ്മുടെ കൈ കൊണ്ട് തന്നാ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വേറൊരു സുവിശേഷം അല്ല പറയേണ്ടത്, സത്യസുവിശേഷം പറയണം. ഏത് സുവിശേഷം? മാനുഷമല്ലാത്ത, കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ച, കർത്താവിൽ നിന്ന് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട ഈ സത്യസുവിശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നാം പറയേണ്ടത്, പഠിപ്പിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്.
അതേ വേദഭാഗത്ത് തന്നെ ചില വാക്യങ്ങളൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ. 1:16-17 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഇനിയുള്ള വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കയോ, എനിക്ക് മുൻപേ അപ്പോസ്തോലരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അവിടെ ഈ അറബിയിലാണ് 3 ആണ്ട് കഴിച്ചത്. 3 വർഷം എവിടായിരുന്നു? ഇല്ലേ, 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താ? 3 ആണ്ട് എവിടായിരുന്നു? അറേബ്യയിലായിരുന്നു. അപ്പൊ ഈ അറേബ്യയിലുള്ള 3 വർഷം, ആ 3 വർഷത്തിന്റെ ഇടയിലാണ് ആര് ഈ സത്യസുവിശേഷം പ്രാപിച്ചത്? പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചത് എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഊന്നി പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്തു മാത്രമേ ഉള്ളൂ: ഈ സുവിശേഷം അത് കേവലം മാനുഷമല്ല. അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെളിപ്പാടിനാൽ, എഫേസ്യർ 1:3 പറയുന്നത് പോലെ, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എഫേസ്യ ലേഖനം 1 എടുത്താട്ടെ. മൂന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എഫേസ്യർ 3:3. 1:3 അല്ല, 3:3. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. ഞാൻ പഠിച്ചെടുത്തു എന്നല്ല, വെളിപ്പെട്ടു വന്നു, മറ നീക്കി പുറത്തു വന്നു. ലോകത്തിന്റെ പ്രഭുവായ പിശാച് നമ്മുടെ എല്ലാം കണ്ണ് കുരുടാക്കി വെക്കുന്ന സ്ഥാനത്ത് നിന്ന് സുവിശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെട്ടു വരികയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനെ വെളിപ്പെട്ടു വന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ചരിത്രം അവിടെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഒന്നാമത് ഈ സുവിശേഷത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് മാനുഷമല്ല, വെളിപ്പാടിനാൽ, തനിക്ക് ലഭിച്ച നേരിട്ടുള്ള വെളിപ്പാടിനാൽ അറിഞ്ഞതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 3 ആപ്ലിക്കേഷൻസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒന്നാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ട് 3 ആപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ ദൈവിക സത്യത്തോട്, സത്യസുവിശേഷത്തോട് എന്ത് ചെയ്യരുത്? ഡു നോട്ട് ആഡ് ഓർ സബ്സ്ട്രാക്ട്. ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും കുറയ്ക്കരുത്. നമുക്കെല്ലാം ഉള്ളൊരു ടെൻഡൻസി എന്നാണെന്നറിയാമോ? ഈ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും: കർത്താവേ, ഞങ്ങൾക്കിന്നൊരു പുതിയ ആലോചന തരണമേ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ ഇല്ലാത്ത ഇനി വല്ലതും പറയണം എന്നാണോ? ഈ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒക്കെ ലേഖനം എഴുതുമ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഓർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞതാ, പക്ഷെ വീണ്ടും എന്തേ ചെയ്യുന്നുള്ളൂ? ഓർപ്പിക്കുന്നുള്ളൂ. ഈ പുതിയ ആലോചനയുടെ പുറകെ പോയാൽ ഇതങ്ങ് മാറ്റി വെക്കേണ്ടി വരും. കാരണം എന്നാ? ദൈവത്തിന്റെ മുഴുവൻ ആലോചന ഈ വചനത്തിനകത്തുണ്ട്. പുതിയ ആലോചനയൊക്കെ അന്വേഷിച്ച് പോയാൽ പലപ്പോഴും എന്ത് ചെയ്യും? വചനത്തിൽ നിന്ന് തെറ്റിപ്പോകും. ഈ വചനം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടരുത്, ഇതിൻ്റെ കൂടൊന്നും കുറയ്ക്കരുത്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവവചനത്തോട് എന്നാൽ പിന്നെ ഒരു ആമേനും കൂടെ ചേർക്കാനില്ല കേട്ടോ. ആമേൻ കണ്ടാൽ ഒന്ന് നിരുപദ്രവകാരിയാണല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ ആമേൻ പോലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ ഒരു ഹല്ലേലൂയ ആഡ് ചെയ്താലോ? അതും വേണ്ട. ജീവനും ഭക്തിക്ക് വേണ്ടിയതെല്ലാം ഈ വചനത്തിനകത്തുണ്ട്. സോ ഡു നോട്ട് ആഡ് ഓർ സബ്സ്ട്രാക്ട്. സത്യസുവിശേഷത്തോട് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. മാത്രമല്ല, മനുഷ്യന്റെ പരിശ്രമങ്ങളൊന്നും കൂട്ടിച്ചേർക്കരുത്. ആചാരങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ സഭകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു ആചാരങ്ങളുണ്ട്.
പക്ഷെ അത് രക്ഷിക്കപ്പെടാൻ ഇനി ഒരു ആചാരത്തിന്റെ ആവശ്യമില്ല. രക്ഷിക്കപ്പെടാനായിട്ട് ഇനി ഒരു ആചാരമോ അനുഷ്ഠാനമോ ആവശ്യമില്ല. നമ്മൾ സഭയിൽ ഒരാചാരവും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം എന്നാ? ആശീർവാദം കഴിയുമ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കുന്ന ഒരു ആചാരം, അത് ആദ്യത് ആചാരമല്ല, പിന്നെ അതെന്തായിക്കോളും, ആചാരമായി പോകും. ഒരാഴ്ച കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിലാണ് ആ ആചാരത്തിന്റെ പ്രശ്നം മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞത് രക്ഷയോടുള്ള ബന്ധത്തിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനായിട്ട് സാധ്യമല്ല. ഇതിൽ നിന്ന് ഞാൻ ഒരു ആപ്ലിക്കേഷനോടെ പറയാം. അത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്കിതെല്ലാം വെളിപ്പെട്ട് കിട്ടിയതാ. പത്രോസ് അല്ല, യാക്കോബ് അല്ല, യോഹന്നാനല്ല. പക്ഷെ ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ച അതേ സുവിശേഷമാണ് ആരും പ്രസംഗിച്ചത്? പൗലോസും പ്രസംഗിച്ചത്. ഇൻഡിപെൻഡന്റ് യെറ്റ് ഹാർമോണിയസ്. പത്രോസ് പഠിപ്പിച്ചതല്ല തന്റെ സുവിശേഷം. പക്ഷേ പത്രോസ് പഠിപ്പിച്ചതിൽ നിന്ന് മാറ്റി ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയാവോ? മറ്റുള്ള ഉപദേശിമാർ പറയുന്ന എല്ലാം തെറ്റാ, ഞാൻ പറയണ മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടായ്മ വന്നാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നിങ്ങൾ? ഈ കൾട്ടുകളുടെ ഒന്നാമത്തെ ലക്ഷണം ഇതാ. കൾട്ട് ഉപദേശത്തിന്റെ, ദുരുപദേശത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്നാണെന്നറിയാവോ? ബാക്കിയുള്ളവരൊന്നും ദൈവമക്കളല്ല, ബാക്കിയുള്ളവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. ഞങ്ങളുടെ കൂട്ടായ്മയെ വന്നാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ, ഞങ്ങളുടെ സഭയിലുള്ളവർ മാത്രമേ ദൈവമക്കളുള്ളൂ, സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എവിടെ വന്നോ? ഇതാണ് കൾട്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലനെ എതിർക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. പക്ഷെ പത്രോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് പൗലോസ് എന്ത് ചെയ്തിട്ടില്ല? ഡീവിയേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വേറൊരു കാര്യമാണ് വെളിപ്പെട്ടത്, താൻ പറയണത് വേറെയാണോ എന്ന് പറഞ്ഞില്ല. പത്രോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പൗലോസിനെ കുറിച്ച് എന്നാ പറഞ്ഞെന്നറിയാവോ? പൗലോസിന്റെ ലേഖനങ്ങളിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്, എങ്കിലും ചില നാശയോഗ്യരായവർ എന്ത് ചെയ്യുന്നറിയാവോ? ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും കൂട്ടിക്കളയുന്നു. അപ്പൊ ഈ ശേഷം തിരുവെഴുത്തുകളെ പോലെ എന്ന് പറയണമെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ചുള്ള കമന്റ് എന്താ? അതും തിരുവെഴുത്താണെന്നാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പത്രോസും പൗലോസും ഒക്കെ രണ്ട് വഴിയിൽ യാത്ര ചെയ്തവരല്ല, ഹാർമോണിയസ് ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്നൊരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഞാനാ. പക്ഷെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ടീച്ചിങ് ഒക്കെ അങ്ങ് മാറി. ദുരുപദേശമൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നു. എനിക്കിപ്പോ ആകെ സങ്കടമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ വിളിച്ചോണ്ട് വരികയും ചെയ്തു. ഇനി ഇദ്ദേഹം കാരണം സഭയിലൊരു ഭിന്നത ഉണ്ടായാൽ, അദ്ദേഹമാണെങ്കിൽ പള്ളി കഴിയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് കത്തും. ദൈവം ഇങ്ങനെ ഞാനാണല്ലോ വിളിച്ചോണ്ട് വന്നത്. അദ്ദേഹം പറയുന്നത് ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നത് തെറ്റാന്നാ പുള്ളി പറയുന്നത്. ഡിഫറൻ്റ് ആകാൻ നോക്കുക. എന്നുവെച്ചാൽ തൻ്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടി വേറെ സുവിശേഷം പറയുന്ന ആൾക്കാരുണ്ട്. തൻ്റെ ഐഡന്റിറ്റി ക്രിസ്തുവിലല്ല, തൻ്റെ ഐഡന്റിറ്റി എവിടാ? വേറൊരു സുവിശേഷത്തിൽ. നമ്മൾ ഒരിക്കലും ഈ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഒന്ന്, ഈ സത്യസുവിശേഷത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഡയറക്ട്ലി റിവീൽഡ്. 2, സമയം പോയി, 3 കാര്യം പറഞ്ഞിട്ട് നിർത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ, എന്താണ് ഈ സത്യസുവിശേഷത്തിന്റെ 2-ാമത്തെ തെളിവ്? ഇതാണ് സത്യസുവിശേഷം എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് കൺവേർട്സ് എ പെർസിക്യൂട്ടർ ടു എ പ്രീച്ചർ. സഭയെ ഉപദ്രവിച്ചവൻ, 23-ാം വാക്യത്തിൽ പറയുന്നത് എന്നാന്ന് നോക്കിയേ. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. മുമ്പേ ഉപദ്രവിച്ചവൻ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പൊ അത് പ്രസംഗിക്കുക. മാനുഷികമായ ഒരു സുവിശേഷത്തിന് അത് സാധ്യമാകുമോ? അതാ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. മനുഷ്യന്മാരെ ഒരു ഫിലോസഫി ഉണ്ടാക്കിയാൽ ഇങ്ങനെയൊരു മാറ്റം, റാഡിക്കൽ ചേഞ്ച്, റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയുമോ? അതാ ഇവിടെ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇങ്ങനത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, മുമ്പേ ഉപദ്രവിച്ചവൻ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? താൻ മുടിച്ച വിശ്വാസത്തെ പ്രസംഗിക്കുക.
പെർസിക്യൂട്ടർ ബിക്കെയിം എ പ്രീച്ചർ. മാനുഷിക നിയമങ്ങൾക്ക് ഒരിക്കലും ഇത് സാധ്യമല്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയാൻ ശ്രമിക്കുന്നു. പറഞ്ഞാൽ സത്യസുവിശേഷത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുക. ഒരുവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവദത്തമായ സുവിശേഷത്തിന് മാത്രമേ ഒരുവനെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കൂ. യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. സാവധാനമായിരിക്കാം, പക്ഷേ വലിയൊരു രൂപാന്തരത്തിലേക്ക് നയിക്കും. നോക്കിയേ, 13ഉം 14ഉം വാക്യങ്ങളിൽ താൻ മാനസാന്തരപ്പെട്ടത് ഏതവസ്ഥയിൽ നിന്നായിരുന്നു എന്നവിടെ പറയുകയാണ്. പെർസിക്യൂട്ടർ, ഉപദ്രവിച്ചവൻ എന്ന നിലയിൽ തന്നെ കുറിച്ച് പൗലോസ് പറയുക. തൻ്റെ ചരിത്രമാണല്ലോ ഈ പറയുന്നത്. നോക്കിയേ, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പൗലോസ് ആരായിരുന്നു എന്നുള്ളത് വലിയ രഹസ്യമൊന്നുമല്ല. പൗലോസ് അത്ര കുപ്രസിദ്ധനായിരുന്നെന്നായി പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അത് വിശദീകരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. പൗലോസ് പറയുന്ന, ഞാൻ 2 വാക്ക് അവിടെ പൗലോസിന്റെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ അത്യന്തം ഉപദ്രവിച്ചു മുടിച്ചു. വയലൻലി എന്ന് പറഞ്ഞാൽ ഞാൻ സഭയോട് ചെയ്ത ഉപദ്രവം തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര വലുതാണെന്നായി പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ ഉള്ളിയൊന്നും അല്ല ഞാൻ സഭയെ ഉപദ്രവിച്ചത് നോക്കിയ കണ്ണും കണക്കും ഇല്ലെന്ന് നമ്മൾ പറയുമല്ലോ. വളരെ കഠിന ഹൃദയനായ ഒരു മനുഷ്യൻ, ഒരു ദയവുമില്ലാതെ സഭയെ ഉപദ്രവിച്ച മനുഷ്യൻ. പൗലോസ് പറയുന്നതാണ്, ഞാൻ സഭയെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. മറ്റൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, മുടിച്ചു. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ കുപ്പക്കുന്ന് പോലെ ആക്കിയെന്നായി അതിൻ്റെ അർത്ഥം. ടു ലേ വേസ്റ്റ്, ചവറാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രം സഭയെ ഉപദ്രവിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ മാനസാന്തരം, അങ്ങനെയുള്ള ഒരുവന്റെ രൂപാന്തരം, അതാണ് ദൈവവചനത്തിൽ നമുക്ക് പൗലോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു. എൻ്റെ പ്രായമുള്ള മറ്റുള്ളവരുണ്ടല്ലോ ഞങ്ങളുടെ മതത്തിലെ, ഞാൻ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മുമ്പിലായിരുന്നു. കാരണം ഞങ്ങളുടെ മതത്തിൽ എൻ്റെ പ്രായക്കാരൊന്നും ഇത്രയും കുഴപ്പം പിടിച്ചവരില്ലായിരുന്നെന്നായി പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അത്രമാത്രം എരിവുള്ളവനായിരുന്നു എന്നാണ്. യഹൂദ മതത്തിൽ ഒരു റൈസിംഗ് സ്റ്റാറാ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അങ്ങ് പോയായിരുന്നെങ്കിൽ പൗലോസ് യഹൂദ മതത്തിൽ ആരായേനെ, അതാ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ടോപ്പ് വരേണ്ട ആളാ. അങ്ങനെയുള്ള ഒരാളാണ് പൗലോസ് എന്ന് ഇവിടെ പറയുകയാണ്. 1-2 വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികൾ 8:3 പറയുന്നൊരു വാക്യമുണ്ട്. എന്താ? എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ചുള്ള വാക്കുകളാണ്. വീടാന്തരം കയറി, ഈ വീട്ടിൽ ക്രിസ്ത്യാനി ഉണ്ടോ? ഉണ്ട്. വാടാ ഇവിടെ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി മുടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അവിടെ പറയുന്നുണ്ട്, പുരുഷന്മാരെയും സ്ത്രീകളെയും, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ താൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. 9-ാമത്തെ അധ്യായം നോക്കി, അപ്പോസ്തല പ്രവർത്തികൾ 9-ന്റെ 21-ാം വാക്യത്തിൽ
പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, പൗലോസ് പിന്നെ എല്ലാവർക്കും അറിയാം ഇവന്റെ അവൻ ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ അങ്ങനെയുള്ളവൻ ആ സുവിശേഷത്തെ പ്രസംഗിക്കുന്നവനായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യം ഈ 15ഉം 16ഉം വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്, എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ? ഈ സഭയെ ഉപദ്രവിച്ച് മുടിക്കുന്നവൻ, വീട് വീടാന്തരം കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ പിടിച്ചു കെട്ടുന്നവൻ. വേറെ വാക്യങ്ങളുണ്ട്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ചവനാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരുവനെ അതേ സുവിശേഷത്തിന്റെ പ്രസംഗകനാക്കി മാറ്റിയ ഈ സത്യസുവിശേഷം, ഈ ട്രാൻസ്ഫോമിംഗ് പവറാണ്, രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയാണ് സത്യസുവിശേഷത്തിന്റെ തെളിവ്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സത്യസുവിശേഷം. പൗലോസ് പറയുകയാണ്, ഞാനിങ്ങനെ ആയത് അബദ്ധത്തിലൊന്നുമല്ല, പിന്നെ എങ്ങനാ? എൻ്റെ അമ്മയുടെ ജനനം മുതൽ, ഗലാത്യർ 1:15 പറയുകയാണ്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഞാൻ എങ്ങനായി ഈ സുവിശേഷത്തിന്റെ പ്രസംഗകനായത്? ഈ സുവിശേഷം എനിക്ക് വെളിപ്പെട്ടപ്പോഴാണ് എന്നിൽ ഈ രൂപാന്തരം വന്നത്. How this persecutor became a preacher of the gospel? Because that gospel revealed. That gospel, അവൻ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. അവന് വെളിപ്പെട്ടപ്പോൾ അത് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലും ഉള്ളൊരു വാക്യമാണ്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് എൻ്റെ പേർ ദൈവം വിളിച്ചിരിക്കുകയാണ്, എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. യിരെമ്യാവ് 1:5 യെശയ്യാവ് 49:1 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, എന്നെ ഗർഭം മുതൽ വിളിച്ചു. ദൈവത്തിന്റെ വിളി അങ്ങനെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? 10 കൊല്ലം മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കർത്താവിനെ അറിയുന്നത് വരെ നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ സുവിശേഷ വേലയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പണ്ടേ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുന്നമേ എന്നെ കുറിച്ച് ദൈവം ഇത് മുന്നമേ അറിഞ്ഞിരുന്നു. ആ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ഈ സത്യ സുവിശേഷമാണ്. ഈ മനുഷ്യനെ നിങ്ങൾ അറിയോ? നിക്കി ക്രൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഗ്യാങ് ലീഡറായിരുന്നു. ഈ 1950കളിൽ അമേരിക്കയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ഗ്യാങ്ങുകളാണ്. ടീനേജ് പിള്ളേര് ഗ്യാങ് ഉണ്ടാക്കും. അതാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, ഹിപ്പി കൾച്ചറിൻ്റെ ഒക്കെ മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഗ്യാങ് ഉണ്ടാക്കി മദ്യപാനം, മയക്കുമരുന്ന്, ദുർനടപ്പ്, ഗുണ്ടായിസം, അടി ഇടി, ഇതൊക്കെയാണ്. അപ്പൊ ഈ നിക്കി ക്രൂസ് എന്ന് പറയുന്ന ആള് ഒരു ഗ്യാങ്ങിന്റെ ലീഡറായിരുന്നു. ഈ ഗ്യാങ് ലീഡറായ നിക്കി ക്രൂസിന്റെ അടുത്ത് സുവിശേഷം പറയാൻ ചെന്നതാണ് ഡേവിഡ് വിൽക്കേഴ്സൺ. അദ്ദേഹം ഒരു സഭയുടെ പട്ടക്കാരനായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പട്ടക്കാരൻ എന്നുള്ളത് രാജിവെച്ചേച്ച് നീ വാ, എനിക്ക് നിന്നെ ന്യൂയോർക്കിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ന്യൂയോർക്കിൽ ചെന്നു. എല്ലാവരും പറഞ്ഞു, മണ്ടത്തരം കാണിക്കല്ലേ, നല്ലൊരു ശുശ്രൂഷ, പട്ടക്കാരനാ. പക്ഷെ ദൈവം അദ്ദേഹത്തെ വിളിച്ചത് അതായിരുന്നു. അദ്ദേഹം ചെന്നു. ഡേവിഡ് വിൽക്കേഴ്സൺ ഈ ഗ്യാങ്ങുകളുടെ അടുത്ത് ചെന്ന് സുവിശേഷം പറയാൻ ശ്രമിക്കുമ്പോൾ ഈ നിക്കി ക്രൂസ് പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞു. എന്നോട് നിന്റെ വേദാന്തം ഒന്നും പറയാൻ വന്നേക്കരുത്, നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. പക്ഷേ
ഡേവിഡ് വിൽക്കേഴ്സും പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? യു കുഡ് കട്ട് മീ ഇൻ ടു 1000 pieces and lay them in the street, and every piece would still say, Jesus loves you. നിനക്കെന്നെ കൊന്ന് എൻ്റെ ശരീരം അരിഞ്ഞ് ഈ തെരുവിൽ വിതറിക്കളഞ്ഞാൽ അതിൽ ഓരോ കഷണവും നിന്നോട് പറയും, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിക്കി ക്രൂസ് മാനസാന്തരപ്പെട്ടു. പെട്ടെന്നൊരു ദിവസമൊന്നും അല്ല കേട്ടോ. ഈ ചരിത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു മൂവി ആയിട്ടുണ്ട്. ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ് എന്നാണ് ആ മൂവിയുടെ പേര്. ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ്, അല്ലെങ്കിൽ ദ ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡ് എന്നുള്ള ബുക്കുണ്ട്. കുരിശും കടാരയും മലയാളത്തിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. കുരിശും കടാരയും എന്ന പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് ഈ ഗ്യാങ്ങുകളെ രക്ഷയിലേക്ക് നയിക്കുന്ന, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തിന്റെ ചരിത്രം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലൊക്കെ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന ഒരാളുടെ മാനസാന്തരത്തെക്കുറിച്ച്. എങ്ങനെ ഇത് സാധിക്കും? വിശ്വാസിയെ കൊന്നുകൊണ്ടിരുന്നവൻ ആ വിശ്വാസത്തെ പ്രസംഗിക്കുന്നവനാകുന്നത് സത്യസുവിശേഷത്തിന്റെ ശക്തിയാണ്. ഇന്ന് നമ്മളത് മറികടന്നു പോകാനായിട്ട് ഇടയായിത്തീരരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, 2 ആപ്ലിക്കേഷൻ പറയാം. ഒരുപക്ഷെ ഈ പൗലോസിന്റെ മാനസാന്തരം പോലെ അത്രയും ഡ്രാമയൊന്നും നമ്മുടെ മാനസാന്തരത്തിൽ ഉണ്ടാവണമെന്നില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു വന്നവൻ പ്രസംഗകനായതുപോലെ അത്രയും വലിയ, നമ്മൾ ചിലപ്പോൾ ക്രിസ്തീയ അനുഭവത്തിലൊക്കെ വളർന്നു വന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിന് വരുന്ന രൂപാന്തരം എപ്പോഴും എങ്ങനെയാണ്? പാപത്തെ സ്നേഹിച്ചവൻ പാപത്തെ വെറുക്കുന്നവനാകുന്ന ആ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഒരിക്കൽ പാപത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നവനാണ് ഇപ്പോൾ പാപത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവനാകുന്ന ഒരു രൂപാന്തരം. ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. ട്രൂ കൺവേർഷൻ ലീഡ്സ് ടു എ ഫണ്ടമെന്റൽ ഷിഫ്റ്റ് ഇൻ അലയൻസ് ആൻഡ് പർപ്പസ്. നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരമാണ് സുവിശേഷത്തിന്റെ ഏറ്റവും നല്ല തെളിവ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും മതിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും വന്നില്ലെങ്കിൽ എൻ്റെ ഈ കുഞ്ഞുങ്ങൾ നാളെ യേശുവിനെ പിൻപറ്റുമോ? ഇത്രയും നാൾ ഈ സുവിശേഷം പ്രസംഗിച്ച എൻ്റെ അപ്പന് ഒരു മാനസാന്തരവും ഇല്ല. പുള്ളിക്ക് ഇപ്പോഴും പഴയ സ്വഭാവമൊക്കെ തന്നെ. പിന്നെ എൻ്റെ അപ്പനെ മാറ്റാത്ത യേശുവിനെ എന്തിനാ ഞാൻ പുറകെ നടക്കുന്നത്? നമ്മുടെ മക്കൾ അങ്ങനെ ചോദിച്ചാൽ, ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നാം സത്യ സുവിശേഷം വിശ്വസിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്ന, ഈ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷയുടെ സുവിശേഷത്തെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ട്രാൻസ്ഫോംസ്. 3, ഇറ്റ് ഗ്ലോറിഫൈസ് ഗോഡ്. ഈ സത്യ സുവിശേഷം എപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തെ മഹത്വപ്പെടുത്തും. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. എന്ന് പറഞ്ഞാൽ 3 വർഷം അറേബ്യൻ മരുഭൂമിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വന്നു? യെരുശലേമിൽ പോയി അപ്പോസ്തലന്മാരുമായിട്ടൊക്കെ മുഖപരിചയമായി. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. പിന്നെ എൻ്റെ സുവിശേഷ വേലയായിരുന്നെന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പോയില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. ബൈബിൾ കോളേജിൽ പോകണ്ടെന്നല്ലാട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഈ ഒരു വാക്ക് മാത്രം കേട്ട് അപ്പൊ ബൈബിൾ കോളേജിൽ പോകണ്ടെന്നാണോ പറയുന്നത്? ഞാൻ അങ്ങനെ പറയുകയില്ല. കഴിയുമെങ്കിൽ എല്ലാവരും ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബൈബിൾ കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തിയോളജിയന്മാരൊന്നും ആവൂല കേട്ടോ, അത് വേറെ കാര്യം. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ ബൈബിളിനെ കുറിച്ചും ക്രൈസ്തവ സഭയെ കുറിച്ചുമുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. പക്ഷേ പൗലോസ് പറയുന്നത് തനിക്കിത് വെളിപ്പെടുത്തപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു വെക്കുന്ന എന്നാന്നറിയാമോ? ഞാൻ പിന്നെ എൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടു. എന്നെ ചൊല്ലി ദൈവത്തെ
മഹത്വപ്പെടുത്തി. സത്യസുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഓൺലി ട്രൂ ഗോസ്പൽ ക്യാൻ ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. സത്യസുവിശേഷത്തിന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ മായം ചേർത്ത സുവിശേഷത്തിൻ്റെ മഹത്വം ആർക്കാണെന്നറിയാമോ? അത് മനുഷ്യനാണ്. മായം ചേർത്ത സുവിശേഷം എപ്പോഴും പറയുന്നതിനറിയാമോ? നീ പരിശ്രമിക്കണം, രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നീ അത് നേടിയെടുക്കണം, രക്ഷ നേടിയെടുക്കണം. എല്ലാവരെയും ഒന്നും ദൈവം രക്ഷിക്കില്ല. ആരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് വരും? നമുക്കാ ക്രെഡിറ്റ്. മഹത്വം ആർക്കാന്നറിയാവോ? മഹത്വം ആർക്കാ? പണ്ടൊരിക്കൽ ഒരാള് ഭയങ്കര സീരിയസ് ആയിട്ട് അസുഖം വന്ന് ആശുപത്രിയിൽ പോയി. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിനൊരു മരുന്ന് കൊടുത്തു, ഒരു ഗുളിക കൊടുത്തു. ആ ഗുളിക ഡോക്ടർ പറഞ്ഞ പോലെ കഴിച്ചു, അദ്ദേഹം സൗഖ്യമായി. കുറേ വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ഒരിക്കൽ പറയുകയാണ്, ഐ ആം അലൈവ് ടുഡേ ബിക്കോസ് ഐ മേഡ് എ സ്മാർട്ട് ഡിസിഷൻ ടു സ്വാളോ ദാറ്റ് പിൽ. ഞാൻ സൗഖ്യമായതിൻ്റെ കാരണം എന്നാ? ഞാൻ വളരെ ശ്രദ്ധാപൂർവം ആ ഗുളിക ഞാൻ വിഴുങ്ങി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത്. ആർക്കാ ക്രെഡിറ്റ്? ഡോക്ടർക്കാണോ? എൻ്റെ ആ ഒരു സ്മാർട്ട്നെസ്. ഈ അനേകം ആളുകളും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മഹത്വം എടുക്കുന്ന അങ്ങനെ. സാൽവേഷൻ ഈസ് നോട്ട് അബൌട്ട് അവർ ചോയ്സ്, ഇറ്റ്സ് അബൌട്ട് ഗോഡ്സ് പവർ ആൻഡ് ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് സത്യസുവിശേഷത്തിൽ ഒരിക്കലും മനുഷ്യന് മഹത്വം എടുക്കാനില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടെ നല്ലവരാകണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഇതൊക്കെ സത്യസുവിശേഷത്തിന് എതിരെ പറയുന്ന വാക്കുകളാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ല, ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക ചെയ്തത് സത്യസുവിശേഷത്തിൽ, അല്ലേ? സ്വർഗം വിട്ടിറങ്ങി അവൻ താണഭൂമിയിലേക്ക് തൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവൻ എന്ത് ചെയ്തു? ജഡരക്തങ്ങളോട് കൂടിയവനായി, നമ്മളെപ്പോലെയായി. പ്രിയപ്പെട്ടവരെ, ഫോൾസ് ഗോസ്പൽ അല്ലെങ്കിൽ അനദർ ഗോസ്പൽ ഓൾവേസ് ബ്രിങ്സ് ഗ്ലോറി ടു മാൻ. ഇവിടെ ഈ ഗലാത്യ സഭയിൽ പരന്ന ദുരുപദേശം ഏതായിരുന്നു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്തും കൂടെ ചെയ്യണം? സർക്കംസൈസ് ചെയ്യണം, പരിച്ഛേദനയേക്കണം. അപ്പോ ക്രെഡിറ്റ് ആർക്ക് പോയി? ക്രെഡിറ്റ് ആർക്ക് പോയി? ഞാൻ പരിച്ഛേദന ഏറ്റവും ഇല്ലയോ, അതാണ് എൻ്റെ രക്ഷയുടെ ആധാരം. അപ്പൊ ക്രെഡിറ്റ് ആർക്കാ? ഞാൻ പരിച്ഛേദന ഏറ്റു, അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മിടുക്കൻ. ഇന്ന് അനേകർ ഇതുപോലെ സുവിശേഷം പറയുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ചില കർമ്മങ്ങളൊക്കെ കൂട്ടിച്ചേർത്തേച്ച് ഇതും കൂടെ ചെയ്താലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. എങ്ങനെയായി നമ്മളിലൂടെ ദൈവനാമം മഹത്വം എടുക്കുന്നേ? എൻ്റെ മാനസാന്തരം, എന്നിലൂടെ അനേകർ മാനസാന്തരപ്പെടും. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, അത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷേ പിന്നെയും പിന്നെയും മഹത്വപ്പെടും. എങ്ങനാ? ബേസിലിനെ ദൈവത്തിന് മാറ്റാൻ പറ്റിയെങ്കിൽ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ, ഇത്രയും വലിയ പാപിയെ ദൈവം മാറ്റിയെങ്കിൽ, ഇങ്ങനെയൊക്കെ മനുഷ്യന് മാറാൻ പറ്റുമെങ്കിൽ എനിക്ക് ആ യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ആളുകൾ ആ കർത്താവിനെ പിൻപറ്റുമ്പോൾ സത്യസുവിശേഷം എപ്പോഴും ദൈവത്തിന് മഹത്വം കരേറ്റും. ഈ മൈക്കിൾ ആഞ്ചലോയെ കുറിച്ചൊരു ചെറിയ കഥ ഞാൻ വായിച്ചു. ഈ മൈക്കിൾ ആഞ്ചലോ ദാവീദിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കി. അപ്പോൾ ഈ ദാവീദിൻ്റെയൊക്കെ ശില്പം ഉണ്ടാക്കി അത് ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നേച്ച്, ഈ മൈക്കിൾ ആഞ്ചലോ ഈ ശില്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ടൂളുണ്ടല്ലോ, ആ ഉളി, അതൊരു വല്ലാത്ത ഉളി തന്നെ എന്ന് പറഞ്ഞു. മൈക്കിൾ ആഞ്ചലോയുടെ ഉളി അതൊരു ഭയങ്കര
ഉളി തന്നെ. മൈക്കിളാഞ്ചലോ മറുപടി പറഞ്ഞു, ഡോണ്ട് പ്രൈസ് ദ ചിസൽ, ദ ഗ്ലോറി ബിലോങ്സ് ടു ദ ആർട്ടിസ്റ്റ്. ഉളിയല്ല നിങ്ങൾ പ്രശംസിക്കേണ്ടത്, പിന്നെ എന്തിനാ? ഉളി പിടിച്ച ആ കലാകാരനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. അങ്ങനാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ രക്ഷയുടെ ശില്പത്തെ, രക്ഷയുടെ പദ്ധതിയെ, രക്ഷയുടെ പ്ലാനിനെ നമ്മുടെ മുമ്പിൽ വെച്ചൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. 115 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. 1-ാം വാക്യത്തിൽ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥന എപ്പോഴും അതായിരിക്കും, കർത്താവേ നിനക്ക് മഹത്വം. ഈ ചില ആൾക്കാര് മഹത്വം എല്ലാം എടുക്കും. ഈ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവര് ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, ഭർത്താവ് ഭാര്യയെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, മക്കൾ അപ്പനെ പൊക്കി പറയും, അപ്പം മക്കളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദൈവത്തിന് മഹത്വം. മഹത്വം എല്ലാം മനുഷ്യൻ എടുത്തേച്ച് പറയുക. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പറയുകയാണ്, അച്ഛാ എൻ്റെ പനി മാറി കേട്ടോ, പ്രാർത്ഥിച്ചതിന് നന്ദി. അപ്പൊ ഞാൻ പറയും, ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു. മഹത്വം ആർക്കാ കിട്ടിയ വാസ്തവത്തിൽ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ബ്രദറെ, ഞാൻ മഹത്വം എടുക്കുക. നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ നടന്നല്ലേ. ഐ ആം സ്മാർട്ട് ഇനഫ് ടു സ്വാളോ ദാറ്റ് പിൽ. ഞാൻ ആ ഗുളിക വിഴുകാൻ പാകത്തിന് ഭയങ്കര മിടുക്കരായിപ്പോയി. ആ സ്വർഗത്തിൽ എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിനാണ് മഹത്വം, ദൈവത്തിനാണ് മഹത്വം. നമ്മൾ ആ മഹത്വം ഒരിക്കലും എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം. നമ്മുടെ രൂപാന്തരം കണ്ട് മറ്റുള്ളവരും രൂപാന്തരപ്പെടുവാനായിട്ടിടയായി തീരട്ടെ. 2-3 കാര്യങ്ങൾ നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ചിന്തയ്ക്കായിട്ട് പറയുകയാണ്. ഒരു ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ നിർമ്മലതയെക്കുറിച്ച്, അത് ദൈവദത്തമാണെന്നുള്ളതിനെക്കുറിച്ച് നാം എന്തുമാത്രം ബോധ്യമുള്ളവരാണ്? എപ്പോഴെങ്കിലും സംശയമുണ്ടോ? ഇത് പൗലോസ് ഉണ്ടാക്കിയതാണോ? ഇത് മാൻമെയ്ഡ് ആണോ? സംശയമുണ്ടോ? ദൈവദത്തമാണെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനായിരിക്കും? ആരെങ്കിലും ദുരുപദേശം പഠിപ്പിച്ചാൽ അവരോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല, അവരെ പ്രൊമോട്ട് ചെയ്യില്ല, അവരെ പ്രോത്സാഹിപ്പിക്കില്ല. കാര്യം എന്നാ? ഈ സത്യസുവിശേഷത്തിൽ മായം ചേർക്കാൻ, വെള്ളം ചേർക്കാൻ പാടില്ല. അതാണ് ഈ ബോധ്യത്തിന്റെ പ്രതികരണം. 2, നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. പൗലോസിന്റെ രൂപാന്തരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൽ എന്തുമാത്രം, നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം രൂപാന്തരപ്പെടുത്തുന്നുണ്ട്? 3, നമ്മുടെ ജീവിതവും നമ്മുടെ സാക്ഷ്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങളുമായിട്ട് നമ്മൾ മടങ്ങിപ്പോകണം. സത്യസുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ, സത്യസുവിശേഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ളൊരു തീരുമാനം. 2, നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരം. 3, നമ്മിലൂടെ ദൈവനാമത്തിൻ്റെ മഹത്വം. കണ്ണുകളെ അടയ്ക്കാം, ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഈ സത്യസുവിശേഷത്തിൻ്റെ ശക്തി, എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്ന സത്യസുവിശേഷത്തിൻ്റെ ശക്തി, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന സത്യസുവിശേഷത്തിൻ്റെ ശക്തി, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സത്യസുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് വിനയപ്പെടാം, ദൈവസന്നിധിയിൽ വിനയപ്പെടാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നിലൂടെ
അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാനിടയാകണം. പ്രാർത്ഥന.